ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലത്തെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. യൂണിറ്റ് 3 ടെൻഡർ ഷൂട്ട്സ് എന്ന് പറയുന്ന യൂണിറ്റിലെ 2ാമത്തെ ലെസൺ ആയിട്ടുള്ള റെബേക്ക ദ ചേഞ്ച് മേക്കർ, ഇതാണ് നമുക്കിനി എടുക്കാനുള്ള ലെസണ്. ഇതിന് മുന്നേ ഉള്ള എല്ലാ ലെസണും അതിൻ്റെ ആക്ടിവിറ്റീസും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് നോക്കാം. റെബേക്ക ദ ചേഞ്ച് മേക്കർ. We have seen that excess of water can result in a calamity. Scarcity of water can also be a problem. Now let's read a story. അപ്പോൾ എന്താണ്? We have seen that excess of water can result in a calamity. excess എന്ന് പറഞ്ഞാൽ എന്താ? അധികമായി, അതായത് വെള്ളം കൂടുതലായാൽ നമുക്കറിയാം അത് എന്തിലേക്ക് റിസൾട്ട് ചെയ്യും? കലാമിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ദുരന്തം. അതായത് വെള്ളം കൂടിയാലല്ലേ പ്രളയമൊക്കെ ഉണ്ടാവുക, അതാണ് പറയുന്നത്. സ്കാർസിറ്റി ഓഫ് വാട്ടർ ക്യാൻ ഓൾസോ ബി ആ പ്രോബ്ലം. അപ്പോൾ അതുപോലെ തന്നെ വെള്ളം കൂടിയാലും പ്രോബ്ലം ആവും, അതുപോലെ തന്നെ വെള്ളം ഇല്ലെങ്കിലും വെള്ളം നല്ല കുറഞ്ഞാലും എന്താ, അതും ഒരു പ്രോബ്ലം ആണ്. നൗ ലെറ്റ്സ് റീഡ് എ സ്റ്റോറി. അപ്പോൾ ഇനി നമുക്കൊരു സ്റ്റോറി വായിച്ച് നോക്കാം. റെബേക്ക ദ ചേഞ്ച് മേക്കർ. In the land of the Maasai in southwest Kenya, there was a girl named Rebecca. അപ്പോൾ ഈ സ്റ്റോറിയിലത്തെ ഗേളിൻ്റെ നെയിം എന്താണ്? റെബേക്ക. അപ്പോൾ റെബേക്ക എവിടെയാണ്? ഇൻ ദ ലാൻഡ് ഓഫ് മസായ് ഇൻ സൗത്ത് വെസ്റ്റ് കെനിയ. കെനിയയിലെ സൗത്ത് വെസ്റ്റിൽ മസായ് എന്ന് പറയുന്ന സ്ഥലത്ത് എന്താണ്? റെബേക്ക എന്ന പേരുള്ള ഒരു പെൺകുട്ടി ഉണ്ട്. Her family kept cattle, sheep and goats and depended on farming the land for food. അപ്പോൾ എന്താണ്? അപ്പോൾ റെബേക്കയുടെ വീട്ടിലുള്ളവർ എങ്ങനെയായിരുന്നു? ഈ കാറ്റിൽ എന്ന് പറഞ്ഞാൽ എന്താ? കന്നുകാലികൾ, ഈ പശുവൊക്കെ ഇല്ലേ, അതും ഷീപ്പും ഗോട്ടും ഇവരൊക്കെ ആശ്രയിച്ച് ഫാമിംഗ് ഒക്കെ ചെയ്തിട്ട് ജീവിച്ചിരുന്ന ഒരാൾക്കാരായിരുന്നു ഈ റെബേക്കയുടെ വീട്ടിലുള്ളവർ. ആഫ്റ്റർ സ്കൂൾ ടൈം റെബേക്ക used to help her family and take care of the animals on the farm. അപ്പോൾ എന്താണ്? സ്കൂളിൻ്റെ സമയം കഴിഞ്ഞാൽ റെബേക്ക എന്ത് ചെയ്യും? റെബേക്കയുടെ ഫാമിലീനെ സഹായിക്കും, അതുപോലെ തന്നെ ഈ ആനിമൽസിനെയൊക്കെ നോക്കുകയൊക്കെ ചെയ്യും. ഓക്കെ, അതിൻ്റെ അടിയിലൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഡിഡ് റെബേക്കാസ് ഫാമിലി ഡു ഫോർ എ ലിവിങ്? അവർ ജീവിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത്? എന്താണ്? അവരിങ്ങനെ കന്നുകാലികളിലൊക്കെ നോക്കും, ഗോട്ടിനെയും ഷീപ്പിനെയും, അതുപോലെ ഫുഡിന് വേണ്ടിയിട്ട് ഫാമിങ്ങും കൂടി ചെയ്യും. അപ്പോൾ എന്താണ്? റെബേക്കാസ് ഫാമിലി കെപ്റ്റ് കാറ്റിൽ, ഷീപ്പ്, ഗോട്ട് ആൻഡ് ഡിപ്പെൻഡിങ് ഓൺ ഫാമിങ് ദ ലാൻഡ് ഫോർ ഫുഡ്. അപ്പോൾ എന്താണ്? താഴെ റെബേക്കയുടെ ആ വീട്ടിലത്തെ എന്താണ് ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് പേജ് നോക്കാം. ഓൺ എ വെരി ഹോട്ട് ഡേ റെബേക്ക ഫൗണ്ട് ഹർ മദർ ക്രൈയിങ്. അപ്പോൾ എന്താണ്? ഒരു നല്ലൊരു ചൂടുള്ള ദിവസം എന്താണ്? ഈ റെബേക്കയുടെ അമ്മ ഇങ്ങനെ കരയുന്നത് റെബേക്ക കണ്ടു. അവർ ക്രോപ്സ് ഹാവ് ബീൻ ബാഡ് ദിസ് ഇയർ ഷീ സെഡ്. അപ്പോൾ എന്താണ്? നമ്മുടെ ക്രോപ്സ് ഈ വർഷം എന്താ അത്ര നന്നാവില്ല എന്നാണ് അമ്മ പറയുന്നത്. നൗ അവർ ഗോഡ്സ് ആൻഡ് ഷീപ്പ് മൈ ഡൈ. അപ്പോൾ എന്താണ്? ചിലപ്പോൾ നമ്മുടെ ഗോട്ടും ഷീപ്പും എന്താവാം? മരിച്ചു പോയേക്കാം. ലേറ്റർ അറ്റ് സ്കൂൾ റെബേക്ക ആസ്ക്ഡ് ഹെർ ടീച്ചർ വൈ ദർ ഹാഡ് ബീൻ സോ ലിറ്റിൽ റെയിൻ ദാറ്റ് ഇയർ. അപ്പോൾ എന്താണ്? പിന്നെ അതൊക്കെ കഴിഞ്ഞ് റെബേക്ക സ്കൂളിൽ പോയപ്പോൾ ടീച്ചറോട് ചോദിച്ചു, എന്താണ് ഈ വർഷം അത്ര മഴയൊന്നും ഇല്ലാത്തതെന്ന് ചോദിച്ചു. വി ഹാവ് ഹാഡ് മെനി ഡേയ്സ് വിത്തൗട്ട് റെയിൻ സെഡ് ഹെർ ടീച്ചർ. വെൻ വി ഹാവ് നോ റെയിൻ plants cannot grow. If there are no crops for food and no water to drink, our animals will die. എന്താണ് ടീച്ചർ പറഞ്ഞത്? വി ഹാവ് ഹാഡ് മെനി ഡേയ്സ് വിത്തൗട്ട് റെയിൻ. നമുക്ക് മഴയില്ലാണ്ട് ഒരുപാട് ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും? വെൻ വി ഹാവ് നോ റെയിൻ, മഴയില്ലെങ്കിൽ പ്ലാന്റ്സ് കാനോട്ട് ഗ്രോ. ഈ പ്ലാന്റ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല? പ്ലാന്റ്സിന് വളരാനായിട്ട് പറ്റില്ല. ഇഫ് ദർ ആർ നോ ക്രോപ്സ് ഫോർ ഫുഡ് ആൻഡ് നോ വാട്ടർ ടു ഡ്രിങ്ക് അവർ ആനിമൽസ് വിൽ ഡൈ. അപ്പോൾ എന്താണ്? കഴിക്കാൻ ക്രോപ്പൊന്നുമില്ല, അതുപോലെ
കുടിക്കാൻ വെള്ളമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും, നമ്മുടെ ആനിമൽസൊക്കെ മരിച്ചു പോവും. എവ്രി വൺ ഇൻ ദ ക്ലാസ് വാസ് ക്വൈറ്റ് ഫോർ എ മൊമെൻറ്റ്. അപ്പോൾ എന്താണ്, ഒരു നിമിഷം അവിടെയുള്ള കുട്ടികളൊക്കെ എന്തായി, എല്ലാവരും സൈലൻ്റായി. ദ വർ വറീഡ് അബൌട്ട് ദെയർ ഫാമിലീസ്, ദെയർ ആനിമൽസ് ആൻഡ് ദെയർ കമ്മ്യൂണിറ്റി. അപ്പോൾ എന്താണ്, ഇവർക്ക് ഇവരുടെ ഫാമിലീനെയും അതുപോലെ ആനിമൽസിനെയും അതുപോലെ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, സമൂഹം, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ് കമ്മ്യൂണിറ്റി. അപ്പോൾ ഈ ആനിമൽസിനെയും ഫാമിലീസിനെയും അതുപോലെ കമ്മ്യൂണിറ്റിനെയും ഒക്കെ ആലോചിച്ചിട്ട് എന്താ, ഇവർക്ക് ആകെ വിഷമായി. വറീഡ് എന്ന് പറഞ്ഞാൽ വിഷമായി. അറ്റ് ദ സ്കൂൾ ലൈബ്രറി റെബേക്ക സെർച്ച്ഡ് ഫോർ മോർ ഇൻഫോർമേഷൻ അബൌട്ട് ദ റെയിൻ. എന്നിട്ട് എന്ത് ചെയ്തു റെബേക്ക, സ്കൂൾ ലൈബ്രറിയിൽ പോയിട്ട് അവിടെ ഈ മഴയെക്കുറിച്ച് ഒന്നും കൂടി ഇൻഫോർമേഷൻ കിട്ടുന്ന ബുക്ക് സെർച്ച് ചെയ്യാനായിട്ട് തുടങ്ങി. വാട്ട് ഷീ ലേൺഡ് അലാംഡ് ഹെർ. ദ ഹോൾ വേൾഡ് ഈസ് ഗെറ്റിംഗ് ഹോട്ടർ ആൻഡ് ദർ ഈസ് ലെസ് റെയിൻ. എന്നിട്ട് അവൾക്ക് എന്ത് മനസ്സിലായേ, ഈ എന്താണ്, നമ്മൾ ഇവിടെ മാത്രമല്ല മൊത്തത്തിൽ ലോകത്ത് തന്നെ എന്താണ്, മഴ കുറഞ്ഞിട്ട് ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഷി ലേൺഡ് എ ന്യൂ ടേം, ക്ലൈമറ്റ് ചേഞ്ച്. എന്നിട്ട് എന്ത് ചെയ്തു, ഇവള് പുതിയൊരു ടേം ആയിട്ടുള്ള ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന ഒരു ടേം ഇവള് പഠിച്ചു. അപ്പോൾ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കറിയാം കാലാവസ്ഥയാണ്. അപ്പോൾ കാലാവസ്ഥയുടെ ചേഞ്ച്, അപ്പോൾ ഒരു പുതിയ ടേം അവൾ പഠിച്ചു. Cars, buses and aeroplane are polluting the air. അപ്പം നമ്മുടെ എയറിനെ എന്താണ്, ഈ കാറും ബസ്സും എയറോപ്ലെയിനും, അപ്പോൾ ഇതിൽ നിന്നൊക്കെ വരുന്ന പുകയില്ലേ, ആ പുക നമ്മുടെ എയറിനെ, നമ്മുടെ ശുദ്ധമായിട്ടുള്ള നമ്മുടെ എയറിനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പൊല്യൂട്ട് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. ട്രീസ് ആർ ബീങ് കട്ട് ഡൗൺ ആൻഡ് യൂസ്ഡ് ടു മേക്ക് ബിൽഡിങ്സ്. മാത്രമല്ല ഈ മരങ്ങളൊക്കെ മുറിച്ചിട്ട് എന്ത് ചെയ്യുക, മരങ്ങളൊക്കെ മുറിച്ചിട്ട് ബിൽഡിങ്സ് ഉണ്ടാക്കുകയാണ്. ഹ്യൂജ് പൈൽസ് ഓഫ് ട്രാഷ് ആർ ത്രോട്ട്ലെസ്ലി ബറീഡ് ഇൻ ദ ഗ്രൗണ്ട്. എന്താ പറയുന്നത്, ഹ്യൂജ് പൈൽസ് ഓഫ് ട്രാഷ് എന്ന് പറഞ്ഞാൽ വേസ്റ്റൊക്കെ എന്താണ്, നമ്മുടെ ഗ്രൗണ്ടിൽ മണ്ണിൽ കുന്നുകൂടി കിടക്കുന്നു. ഓൾ ദീസ് ആക്ടിവിറ്റീസ് ആർ ഹാർമിങ് നേച്ചർ. അപ്പോൾ ഈ എല്ലാ ആക്ടിവിറ്റീസും എന്താണ്, പ്രകൃതിയെ നശിപ്പിക്കുകയാണ്. റെബേക്ക ഫെൽ സാഡ്. അപ്പോൾ റെബേക്കയ്ക്ക് എന്തായി, വിഷമായി. വാട്ട് ക്യാൻ ഐ ജസ്റ്റ് എ ലിറ്റിൽ ഗേൾ ടു ഡു ഹെൽപ്പ് ദ ഹോൾ വേൾഡ് ഷീ വാണ്ടഡ്. അപ്പോൾ അവൾ എന്താണ്, അവൾ പറയാണ്, ഈ ഒരു ചെറിയൊരു കുട്ടിക്ക്, ഞാൻ എന്ന ചെറിയൊരു കുട്ടിക്ക് എന്താണ് ഈ ലോകത്ത് എല്ലായിടത്തുമുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ എന്ന ചെറിയ കുട്ടിക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുമെന്ന് ചോദിക്കുകയാണ്, എന്ന് അതിശയിച്ചിരിക്കുകയാണ്. വൈ വാസ് റെബേക്കാസ് മദർ സാഡ്. ഇനി 2 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് റെബേക്കയുടെ അമ്മ വിഷമിച്ചത്? അപ്പോൾ എന്തുകൊണ്ടാണ്, റെബേക്കാസ് മദർ വാസ് സാഡ് ബിക്കോസ് ദ ക്രോപ്സ് വർ ബാഡ്. ഷി വാസ് അഫ്രൈഡ് ദർ ആനിമൽസ് മൈറ്റ് ഡൈ. അപ്പോൾ എന്തുകൊണ്ടാണ് റെബേക്കയുടെ അമ്മ വിഷമിച്ചത്? റെബേക്കയുടെ അമ്മ വിഷമിക്കാൻ കാരണം എന്താ, വാസ് സാഡ് ബിക്കോസ് ദ ക്രോപ്സ് വർ ബാഡ്. ഈ ക്രോപ്സൊക്കെ നാശമാവാനായപ്പോഴാണ് വിഷമിച്ചത്. മാത്രമല്ല ഈ ആനിമൽസ് മരിച്ചു പോച്ചിട്ട് അമ്മക്ക് നല്ല പേടിയും ഉണ്ടായിരുന്നു. ഇനി അടുത്ത ചോദ്യം, വാട്ട് ന്യൂ ഇൻഫോർമേഷൻ ഡിഡ് റെബേക്ക ഗെറ്റ് ഫ്രം ദ ലൈബ്രറി. ലൈബ്രറിയിൽ നിന്ന് റെബേക്കയ്ക്ക് എന്തിനു പുതിയ ഇൻഫോർമേഷനാണ് കിട്ടിയത്? എന്താണ്, റെബേക്ക ലേൺ ദാറ്റ് ദ വേൾഡ് ഈസ് ഗെറ്റിംഗ് ഹോട്ടർ ആൻഡ് ദർ ഈസ് ലെസ് റെയിൻ. അപ്പോൾ റെബേക്കയ്ക്ക് കിട്ടിയ ഇൻഫോർമേഷൻ എന്താ, ഈ വേൾഡിൽ തന്നെ ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്, മാത്രമല്ല മഴ കുറഞ്ഞു വരികയാണ്. ഷി ഫൗണ്ട് ദാറ്റ് പൊല്യൂഷൻ ആൻഡ് കട്ടിംഗ് ഡൗൺ ട്രീസ് ആർ ഹാർമിങ് നേച്ചർ. മാത്രമല്ല അവൾക്ക് മനസ്സിലായി, അവൾ കണ്ടുപിടിച്ചു എന്താണ്, ഈ പൊല്യൂഷനും അതുപോലെ തന്നെ ഈ ട്രീസിനെ കട്ട് ചെയ്യുന്നതും ഒക്കെ എന്താണ്, പ്രകൃതിയെ ഹാം ചെയ്യാണ്, പ്രകൃതിയെ
ബുദ്ധിമുട്ടിപ്പിക്കുകയാണ്. ഷീ ലേൺഡ് എ ന്യൂ ടേം ക്ലൈമറ്റ് ചേഞ്ച് ഫ്രം ദ ലൈബ്രറി. മാത്രമല്ല ഈ ലൈബ്രറിയിൽ നിന്ന് പുതിയ ഒരു ടേം റെബേക്ക പഠിച്ചു. അതെന്താണ്? ക്ലൈമറ്റ് ചേഞ്ച് എന്ന പുതിയ ഒരു ടേം റെബേക്ക ലൈബ്രറിയിൽ നിന്ന് പഠിച്ചു. ഓക്കെ. റെബേക്ക ഡിസൈഡഡ് ടു ടോക്ക് ടു ഹെർ ടീച്ചർ അബൌട്ട് വാട്ട് ഷീ ഹാഡ് ലേൺഡ്. അപ്പോൾ എന്താണ് റെബേക്ക പഠിച്ച കാര്യം എന്താണ് ടീച്ചറോട് പറഞ്ഞു. It is a big problem for the earth, her teacher explained. അപ്പോൾ ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ എർത്തിനെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു വലിയൊരു പ്രോബ്ലമാണ്. ബട്ട് ദർ ആർ സർട്ടൻ തിങ്സ് ദാറ്റ് വി ക്യാൻ ഡു ടു ഹെൽപ്പ് ലൈക്ക് പ്ലാന്റിങ് ട്രീസ് ടു മേക്ക് നേച്ചർ സ്ട്രോങ്ങർ. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് സഹായങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. എന്താണ്? നമുക്ക് ഒരുപാട് പ്ലാന്റ് ചെയ്യാം. അതുപോലെ പ്ലാൻ ചെയ്തിട്ട് നമ്മുടെ നേച്ചറിനെ ഒന്നും കൂടി സ്ട്രോങ് ആക്കാൻ പറ്റുമെന്ന് ടീച്ചർ പറയാണ്. ആസ് റെബേക്ക വാക്ക്ഡ് ഹോം ഇറ്റ് വാസ് വെരി ഹോട്ട് ആൻഡ് ഷീ സ്റ്റോപ്പ്ഡ് ടു ഡ്രിങ്ക് ഫ്രം ഹെർ വാട്ടർ ബോട്ടിൽ. അപ്പോൾ എന്താണ്? വീട്ടിലേക്ക് നടന്നു പോയപ്പോൾ എന്താ നല്ല ചൂടാണ്. പക്ഷെ അവൾ എന്ത് ചെയ്തില്ല? വാട്ടർ ബോട്ടിലത്തെ വെള്ളം കുടിച്ചില്ല. ഷീ കുഡിൻറ്റ് സ്റ്റോപ്പ് തിങ്കിങ് അബൌട്ട് ദ ലാക്ക് ഓഫ് റെയിൻ ആൻഡ് ഹൗ ഇറ്റ് വാസ് എഫക്റ്റിംഗ് ദ എൻവയോൺമെൻറ്റ്. അപ്പോൾ എന്താണ്? ഈ മഴയുടെ കുറവ് മാത്രമല്ല അതെങ്ങനെയാണ് നമ്മുടെ എൻവയോൺമെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്നത് എന്നാണ് അവൾ ചിന്തിച്ചിരുന്നത്. ഷീ വാണ്ടഡ് ടു ഹെൽപ്പ് ഹെർ കമ്മ്യൂണിറ്റി ദെൻ ഷീ ഗെറ്റ്സ് ആൻ ഐഡിയ. അപ്പോൾ എന്താണ്? അവൾക്ക് എന്ത് ചെയ്യണം? അവൾക്ക് ഈ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഈ സമൂഹം, ഈ കമ്മ്യൂണിറ്റിയെ ഹെൽപ്പ് ചെയ്യണം. അതിനവൾ എന്ത് ചെയ്യും? അവൾക്ക് അപ്പോൾ ഒരു ഐഡിയ കിട്ടി. ദെൻ ഷീ ഗെറ്റ്സ് എൻ ഐഡിയ. അവൾക്കൊരു ഐഡിയ കിട്ടി. ഐ ഹാവ് ലേൺ സോ മച്ച് അബൌട്ട് ക്ലൈമറ്റ് ചേഞ്ച് ഷീ തോട്ട്. അപ്പോൾ എന്താണ്? അപ്പോൾ അവൾ ആലോചിക്കുകയാണ്, ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് പഠിച്ചു. ഇറ്റ് വുഡ് ഹെൽപ്പ് ഇഫ് എവ്രി വൺ ന്യൂ അബൌട്ട് ദിസ് പ്രോബ്ലം ദെൻ ടുഗെദർ വി കുഡ് വർക്ക് ഔട്ട് സൊല്യൂഷൻ. അപ്പോൾ എന്താണ്? അപ്പോൾ ഇതുപോലെ ഞാൻ പഠിച്ചതുപോലെ ഇതെല്ലാവരും അറിഞ്ഞെന്നെങ്കിൽ എന്താണ്? അപ്പോൾ എല്ലാവർക്കും കൂടിയിട്ട് ഇതിനെതിരെയായിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ടുഗെദർ വി കുഡ് വർക്ക് ഔട്ട് എ സൊല്യൂഷൻ. നമുക്ക് എല്ലാവർക്കും കൂടി എന്താണ്? ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. The next day, Rebecca requested her teacher to give a lesson about the changing weather and the damage humans were doing to nature. അപ്പോൾ പിറ്റേ ദിവസം റെബേക്കയുടെ ടീച്ചറിനോട് റിക്വസ്റ്റ് ചെയ്തു. എന്താണ് റിക്വസ്റ്റ് ചെയ്തത്? ഒരു ലെസൺ എടുത്തു തരാൻ. എന്തിനെ കുറിച്ചിട്ട്? നമ്മളെ വെതർ ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നതിനെ കുറിച്ചിട്ടും അതുപോലെ നമ്മൾ മനുഷ്യർ നമ്മുടെ നേച്ചറിനെ ഇങ്ങനെ ഡാമേജ് ആക്കുന്നതിനെ കുറിച്ചിട്ടും ഒരു ക്ലാസ് എടുത്തു തരാൻ ടീച്ചറിനോട് റെബേക്ക ആവശ്യപ്പെട്ടു. ദ ടീച്ചർ ഗ്ലാഡ്ലി ഗേവ് ദം എ ഡീറ്റെയിൽ സെഷൻ ആസ് റിക്വസ്റ്റഡ്. അപ്പോൾ ഈ റിക്വസ്റ്റ് ചെയ്ത പോലെ തന്നെ ടീച്ചർ എന്ത് ചെയ്തു? ഇവർക്ക് അതിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു കൊടുത്തു. അറ്റ് ദ എൻഡ് ഓഫ് ദ ക്ലാസ് റെബേക്ക സ്റ്റുഡ് അപ്പ്. അപ്പോൾ എന്താണ്? ക്ലാസ് കഴിഞ്ഞപ്പോൾ റെബേക്ക എണീറ്റ് നിന്നു. ഷീ ആസ്ക്ഡ് എവ്രി വൺ ഇൻ ഹെർ ക്ലാസ് ടു ഗോ ഹോം ആൻഡ് ടീച്ച് their parents about what they had learned. എന്നിട്ട് പറഞ്ഞു, റെബേക്ക എന്ത് പറഞ്ഞു? ഇപ്പം നമ്മൾ ഇവിടെ പഠിച്ച കാര്യങ്ങളൊക്കെ വീട്ടിൽ പോയിട്ട് പാരൻസിനും കൂടെ പറഞ്ഞു കൊടുക്കാൻ. എന്നിട്ട് ഇവിടെ നമ്മുടെ എൻവയോൺമെൻറ്റിൽ എന്താണ് നടക്കുന്നതെന്ന് അവർക്കും കൂടെ പറഞ്ഞു കൊടുക്കാൻ റെബേക്ക പറഞ്ഞു. ഇൻ ജസ്റ്റ് എ ഫ്യൂ ഡേയ്സ് എവ്രി വൺ വാസ് ടോക്കിംഗ് അബൌട്ട് ഹൗ ഹ്യൂമൻസ് വർ ബ്രിങ്ങിങ് ഹാം ടു നേച്ചർ. അപ്പോൾ എന്താണ്? അപ്പോൾ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എല്ലാവരുടെ ടോക്കും എന്തിനെ കുറിച്ചിട്ടായിരുന്നു? ഹൗ ഹ്യൂമൻസ് വർ ബ്രിങ്ങിങ് ഹാം ടു നേച്ചർ. എങ്ങനെയാണ് പ്രകൃതിയെ മനുഷ്യർ നശിപ്പിക്കുന്നത് എന്ന ഒരു ടോക്കായിരുന്നു പിന്നെ എല്ലാവർക്കും. ഓക്കെ. വാട്ട് ഡിഡ് റെബേക്ക ആസ്ക് എവ്രി വൺ ഇൻ ഹെർ ക്ലാസ് ടു ഡു. റെബേക്ക എന്താണ് ക്ലാസ്സിലുള്ള എല്ലാവരോടും പറഞ്ഞ്? Rebecca asked everyone in her class to go home and teach their parents about what they had learned. അപ്പോൾ വീട്ടിൽ പോയിട്ട് എന്താണ്? വീട്ടിലത്തെ പാരൻസിനും അവർ പഠിച്ച കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനാണ് റെബേക്ക ക്ലാസ്സിലുള്ള എല്ലാവരോടും പറഞ്ഞത്. ഓക്കെ.
One day, the elders in her village held a meeting to talk with Rebecca about what could be done to help nature. അപ്പോൾ ഒരു ദിവസം അവിടെയുള്ള ആ വില്ലേജിലുള്ള എൽഡേഴ്സൊക്കെ കൂടിയിട്ട് ഒരു മീറ്റിംഗ് വെച്ചു. എന്നിട്ട് എന്താണ് ടു ടോക്ക് വിത്ത് റെബേക്ക അബൌട്ട് വാട്ട് കുഡ് ബി ഡൺ ടു ഹെൽപ്പ് നേച്ചർ. നമ്മുടെ പ്രകൃതിയെ സഹായിക്കാൻ വേണ്ടിയിട്ട്, രക്ഷിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് റെബേക്കിനോട് സംസാരിക്കാൻ വേണ്ടി എന്ത് ചെയ്തു, ഒരു മീറ്റിംഗ് വെച്ചു. ദ പ്രോബ്ലം ദേ ഫേസ്ഡ് വാസ് സോ ബിഗ്. അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്താ, വലിയൊരു ബിഗായിട്ടുള്ള വലിയൊരു പ്രോബ്ലമാണ്. ലെറ്റ്സ് റൈറ്റ് എ ലെറ്റർ ടു ദ പ്രസിഡന്റ് ഓഫ് കെനിയ, വൺ ഓഫ് ദ എൽഡേഴ്സ് സെഡ്. അപ്പോൾ എന്താണ്, അപ്പോൾ അതിലൊരു വലിയ ഒരാൾ പറഞ്ഞു എന്താണ്, നമുക്ക് കെനിയയിലത്തെ പ്രസിഡന്റിന് എന്ത് ചെയ്യാം, ഒരു ലെറ്റർ എഴുതാമെന്ന് പറഞ്ഞു. ഹി നീഡ്സ് ടു നോ ദാറ്റ് വി കനോട്ട് ലിവ് വിത്തൗട്ട് റെയിൻ. Then maybe he will implement laws to stop harming nature. അപ്പോൾ എന്താണ്, ഈ കെനിയയിലത്തെ പ്രസിഡന്റ് അദ്ദേഹം അറിയണം നമുക്ക് മഴയില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹം അറിയണം. അങ്ങനെ അറിഞ്ഞാൽ ഈ നേച്ചറിനെ ഹാം ചെയ്യുന്നത് എന്താ തടയാൻ വേണ്ടിയിട്ട് അവരെന്തെങ്കിലും ലോ ഒക്കെ കൊണ്ടുവരുമെന്ന് പറയാണ്. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ്. റെബേക്ക took the letter and shared it with her classmates. എന്ത് ചെയ്തു, റെബേക്ക ആ ലെറ്റർ എടുത്തിട്ട് അത് ക്ലാസ്മേറ്റ്സിനോട് ഷെയർ ചെയ്തു. They asked their family members to sign their names at the bottom to show their support. അപ്പോൾ എന്താണ്, അപ്പോൾ ഇതിനോട് ഞങ്ങളും യോജിക്കുന്നുണ്ട്, ഈ ലെറ്ററിനോട് ഞങ്ങളും യോജിക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, അവരവരുടെ ഫാമിലിയിലുള്ള മെമ്പേഴ്സിനോട് ഈ ലെറ്ററിൻ്റെ താഴെ ഒരു സപ്പോർട്ട് എന്ന നിലയിൽ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഇൻ നൈറോബി ദ പ്രസിഡന്റ് റീഡ് ദ ലെറ്റർ ഫ്രം ദ മസായ് കമ്മ്യൂണിറ്റി. എന്താണ്, എന്നിട്ട് എന്ത് ചെയ്തു, ഈ പ്രസിഡന്റ് ഈ മസായ് കമ്മ്യൂണിറ്റിക്കാരുടെ ഈ ലെറ്റർ പ്രസിഡന്റ് എന്ത് ചെയ്തു, വായിച്ചു. ഹി റിസീവ്ഡ് മെനി അതർ ലെറ്റേഴ്സ് ഫ്രം അതർ പാർട്സ് ഓഫ് ദ കൺട്രി ടു. അപ്പോൾ എന്താണ്, ഈ പ്രസിഡന്റിന് ഈ ലെറ്റർ മാത്രമല്ല കൺട്രിയിലെ പല ഭാഗത്തു നിന്നും ഒരുപാട് ലെറ്റേഴ്സ് ഈ പ്രസിഡൻറ്റിന് വരുന്നുണ്ട്. ഐ നീഡ് ടു ഹെൽപ്പ് കെനിയ ടു പ്രൊട്ടക്ട് നേച്ചർ ഹി തോട്ട്. അപ്പോൾ പ്രസിഡൻറ്റ് വിചാരിക്കുകയാണ് എന്ത്, എനിക്ക് കെനിയക്കാരെ സഹായിക്കണം, നമ്മുടെ നേച്ചറിനെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി, സംരക്ഷിക്കാൻ വേണ്ടി എനിക്ക് കെനിയക്കാരനെ സഹായിക്കണമെന്ന് ആ പ്രസിഡൻറ്റ് പറയാണ്. ദ പ്രസിഡൻറ്റ് ആസ്ക്ഡ് ഹിസ് കൺട്രിമെൻ ടു പ്ലാന്റ് ട്രീസ് ഔട്ട്സൈഡ് ദ ഹോംസ്. അപ്പോൾ എന്ത് പറഞ്ഞു, ഈ പ്രസിഡന്റ് അവിടെയുള്ള കൺട്രി മാനോട് പറഞ്ഞു എന്ത്, നിങ്ങളെ വീടിൻ്റെ പുറത്ത് എന്ത് ചെയ്യണം, ഒരു മരം വെച്ച് പിടിപ്പിക്കണം. ഇൻ ദ മസായ് കമ്മ്യൂണിറ്റി എവ്രി വൺ എഗ്രീഡ് ടു പ്ലാന്റ് എ ട്രീ ഔട്ട്സൈഡ് ദെയർ ഹോം. എന്നിട്ട് എന്ത് ചെയ്തു, ഈ മസായ് കമ്മ്യൂണിറ്റിക്കാർ എഗ്രി ചെയ്തു, എല്ലാവരും ഞങ്ങളെ വീടിൻ്റെ പുറത്ത് ഒരു മരം വെച്ച് പിടിപ്പിച്ചോളാം, ഒരു പ്ലാന്റ് വെച്ച് പിടിപ്പിച്ചോളാം എന്ന് ഇവർ ഉറപ്പു നൽകി. റെബേക്ക and her mother dug a hole together and planted a seedling. അപ്പോൾ റെബേക്കയുടെ അമ്മയും കൂടിയിട്ട് എന്ത് ചെയ്തു, ഒരു ഹോൾ ഡഗ് ചെയ്ത് കുഴിച്ചിട്ട് എന്ത് ചെയ്തു, ഒരു ചെടി നട്ടു. ഓക്കെ, ഇനി എന്താ, അടിയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. വൈ ഡിഡ് ദ എൽഡർ ഓഫ് ദ മസായ് കമ്മ്യൂണിറ്റി റൈറ്റ് എ ലെറ്റർ ടു ദ പ്രസിഡന്റ് ഓഫ് കെനിയ? കെനിയയിലത്തെ പ്രസിഡന്റിന് എന്തിനു വേണ്ടിയിട്ടാണ്, എന്തിനു വേണ്ടിയിട്ടാണ് മസായ് കമ്മ്യൂണിറ്റി എന്ത് ചെയ്തത്, ലെറ്റർ എഴുതിയത്? Elders wrote a letter to the president asking for help. ഒരു സഹായം ചോദിച്ചിട്ടാണ് ഇവരുടെ എൽഡേഴ്സ് എന്ത് ചെയ്തത്, ലെറ്റർ എഴുതിയത്. They wanted him to implement laws to make stop harming nature. ഈ പ്രകൃതിയെ ഹാം ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ലോ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇവരെന്ത് ചെയ്തത്, പ്രസിഡന്റ് ഓഫ് കെനിയക്ക് ലെറ്റർ എഴുതിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇൻസ്ട്രക്ഷൻ ഡിഡ് ദ പ്രസിഡന്റ് ഗീവ് ഹിസ് countrymen to save nature? അപ്പോൾ കൺട്രിയിലുള്ള ആൾക്കാരോട് എന്താണ് പ്രസിഡന്റ് ആവശ്യപ്പെട്ടത്?
എന്താണ് ടു പ്ലാന്റ് ട്രീസ് ഔട്ട്സൈഡ് ദെയർ ഹോം. ഹോമിൻ്റെ പുറത്ത് ട്രീകൾ വെച്ച് പിടിപ്പിക്കാനാണ് പ്രസിഡന്റ് ഓഫ് കെനിയ ഇൻസ്ട്രക്ട് ചെയ്തത്. ഓക്കെ. At Rebecca's school, the principal held an assembly to address the students. He asked Rebecca to stand beside him. Protecting the environment is a big job and everyone in the world has to help, the principal said. അപ്പോൾ എന്ത് ചെയ്തു? പിന്നെ റബേക്കയുടെ സ്കൂളിൽ എന്താ ഈ പ്രിൻസിപ്പൾ ഒരു അസംബ്ലി കണ്ടക്ട് ചെയ്തു. എന്നിട്ട് എന്താ റബേക്കിനോട് പ്രിൻസിപ്പളിൻ്റെ അടുത്ത് നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് പ്രിൻസിപ്പൾ പറയാണ് എന്ത്? പ്രൊട്ടക്റ്റിംഗ് ദ എൻവയോൺമെൻറ്റ് ഇസ് എ ബിഗ് ജോബ്. അപ്പോൾ ഈ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയൊരു ജോലിയാണ്. എവ്രി വൺ ഇൻ ദ വേൾഡ് ഹാസ് ടു ഹെൽപ്പ്. അപ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ ഈ വേൾഡിലെ ഈ ലോകത്തെ എല്ലാവരും അതിനെ സഹായിക്കണമെന്ന് പ്രിൻസിപ്പൾ പറയാണ്. ബട്ട് വി വുഡ് ലൈക്ക് ടു താങ്ക് റബേക്ക ഫോർ ഹെൽപ്പിംഗ് അസ് ലേൺ ആൻഡ് മേക്ക് എ ചേഞ്ച്. എന്താണ് നമ്മൾ? ബട്ട് വി വുഡ് ലൈക്ക് ടു താങ്ക് റബേക്കയോട് നന്ദി പറയാണ് ഫോർ ഹെൽപ്പിംഗ് അസ് ലേൺ ആൻഡ് മേക്ക് എ ചേഞ്ച്. നമ്മൾക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും അതുപോലെ നമ്മളിലൊരു ചേഞ്ച് ഉണ്ടാക്കാനും റബേക്ക നമ്മളെ സഹായിച്ചു. ഇമാജിൻ ഹൗ ബ്യൂട്ടിഫുൾ ദ വേൾഡ് വുഡ് ബി ഇഫ് വി ഓൾ ഹെൽപ്ഡ് അവർ കമ്മ്യൂണിറ്റി. എന്നിട്ട് പറയാണ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ, ഇങ്ങനെ എല്ലാവരും നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാവരും ഇങ്ങനെ ചെയ്താൽ വുഡ് ബി ഇഫ് വി ഓൾ ഹെൽപ്ഡ്, നമ്മളെല്ലാവരും നമ്മുടെ സമൂഹത്തിനെ ഇങ്ങനെ സഹായിച്ചാൽ എന്തൊരു ബ്യൂട്ടിഫുൾ ആയിരിക്കും നമ്മുടെ ലോകമെന്ന് പ്രിൻസിപ്പാൾ പറയുകയാണ്. ഹി ആഡഡ്. റബേക്ക ഫെൽറ്റ് വെരി ഹാപ്പി. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ എന്താ? റബേക്കയ്ക്ക് വളരെയധികം സന്തോഷമായി. ഷീ വണ്ടർഡ് വാട്ട് ഷീ ആൻഡ് ഹെർ ഫ്രണ്ട്സ് കുഡ് ഡു നെക്സ്റ്റ് ടു ഹെൽപ്പ് നേച്ചർ ആൻഡ് ഹെർ കമ്മ്യൂണിറ്റി. എന്നിട്ട് എന്താണ്? റബേക്ക ഇങ്ങനെ ആലോചിക്കുകയാണ് വാട്ട് ഷീ ആൻഡ് ഹെർ ഫ്രണ്ട്സ് കുഡ് ഡു നെക്സ്റ്റ്. ഇനി റബേക്കയ്ക്കും റബേക്കയുടെ ഫ്രണ്ട്സിനും ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഇനി നമ്മളെ നേച്ചറിനെ സഹായിക്കാനും നമ്മുടെ കമ്മ്യൂണിറ്റിനെ സേവ് ചെയ്യാനും വേണ്ടി ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അവർ ചിന്തിക്കുകയാണ്. ഓക്കെ. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. വി വുഡ് ലൈക്ക് ടു താങ്ക് റബേക്ക സെഡ് ദ പ്രിൻസിപ്പൽ. വൈ? അപ്പോൾ എന്തുകൊണ്ടാണ് പ്രിൻസിപ്പൽ ഇങ്ങനെ പറയാൻ കാരണം എന്താണ്? ദ പ്രിൻസിപ്പൽ താങ്ക്ഡ് റബേക്ക ഫോർ ടീച്ചിങ് everyone about protecting the environment and helping the community. അപ്പോൾ എന്താണ്? ഈ റബേക്ക എല്ലാവരെയും ടീച്ച് ചെയ്തു. എവ്രി വൺ അബൌട്ട് എന്തിനെ കുറിച്ചിട്ട്? പ്രൊട്ടക്റ്റിംഗ് ദ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടും അതുപോലെ നമ്മുടെ കമ്മ്യൂണിറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടും എന്താണ് എല്ലാവരെയും പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ അതിനാണ് പ്രിൻസിപ്പൾ അങ്ങനെ പറഞ്ഞ് താങ്ക് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റബേക്ക ഫൗണ്ട് ഔട്ട് സെവറൽ റീസൺസ് ഫോർ ക്ലൈമറ്റ് ചേഞ്ച്. വാട്ട് ആർ ദേ? അപ്പോൾ റബേക്ക കണ്ടുപിടിച്ച കാരണങ്ങൾ എന്തൊക്കെയാണ്? കട്ടിംഗ് ഡൗൺ ദ ട്രീസ്, പൊല്യൂഷൻ ആൻഡ് അതർ ഹാംഫുൾ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആർ ദ റീസൺ ഫോർ ക്ലൈമറ്റ് ചേഞ്ച്. എന്തൊക്കെയാണ്? ഈ ട്രീസൊക്കെ കട്ട് ചെയ്യുക, അതുപോലെ പൊല്യൂഷനും ബാക്കിയുള്ള ഹാംഫുൾ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഒക്കെയാണ് ഈ ക്ലൈമറ്റ് ചേഞ്ചിന് കാരണം എന്നാണ് റബേക്ക കണ്ടുപിടിച്ചത്. സജസ്റ്റ് 2 ആക്ടിവിറ്റീസ് ടു പ്രൊട്ടക്ട് നേച്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള 2 ആക്ടിവിറ്റീസ്. പ്ലാന്റ് ട്രീസ്, ഒരുപാട് ട്രീസ് പ്ലാന്റ് ചെയ്യുക. 3 hours, അതായത് റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ. എന്താണ്? സാധനങ്ങൾ റെഡ്യൂസ് ചെയ്യുക, റീയൂസ് ചെയ്യുക, റീസൈക്കിൾ ചെയ്യുക. അപ്പോൾ ഇതിലൂടെയും നമുക്ക് ഒരുപാട് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ എൻവയോൺമെൻറ്റിനെ, നമ്മുടെ നേച്ചറിനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ലെസണിൽ പറയാനുള്ളത്. ഓക്കെ. ഇനി ഇതിൻ്റെ ആക്ടിവിറ്റീസും ബാക്കി ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഒക്കെ നമ്മൾ അടുത്ത വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.